ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 155 വരെയുള്ള ശ്ലോകങ്ങളായിരുന്നു. 155 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 830 വരെയുള്ള നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഗം 156 മുതൽ 160 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകങ്ങളൊന്ന് വായിക്കാം. പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശത്പീഠരൂപിണി വിശൃംഖലാ വിവിക്തസ്ഥ വീരമാതാ വിയൽപ്രസൂഹോ മുകുന്ദാ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാരാ ശാസ്ത്രസാരാ മന്ത്രസാരാ തലോദരി ഉദാരകീർത്തിരുദ്ധാമവൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജരാതപ്തജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽഘുഷ്ട ശാന്ത്യാതീതകലാത്മിക ഗംഭീരാ ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർത്ഥവിഗ്രഹ. ഇതാണ് ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം എടുത്ത് നോക്കാം. ആദ്യത്തെ ശ്ലോകം 7 നാമങ്ങളാണ് ആദ്യത്തെ ശ്ലോകത്തിലുള്ളത്. പ്രാണേശ്വരി, പ്രാണധാത്രി, പഞ്ചാശത്പീഠരൂപിണി, വിശൃംഖല, വിവിക്തസ്ഥ, വീരമാതാ, വിയൽപ്രസൂഹു. വിയൽപ്രസൂഹു ആദ്യത്തെ നാമം. പ്രാണേശ്വരി, പ്രാണൻ, പ്രാണങ്ങൾക്കെല്ലാം ഈശ്വരിയായവൾ. പ്രാണൻ, ഈശ്വരൻ, ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, നിയന്ത്രിക്കുക. അപ്പം പ്രാണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവൾ എന്നർത്ഥം. നമ്മളുടെ എല്ലാ ഉള്ളിൽ പഞ്ചപ്രാണനുണ്ട്. 5 പ്രാണങ്ങൾ. പ്രാണൻ അതായത് പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ, 5 എണ്ണം. ഇതിനെ 5നെയും നിയന്ത്രിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് പ്രാണേശ്വരി എന്ന് പേര്. പ്രാണങ്ങൾക്കെല്ലാം ഈശ്വരിയായിരിക്കുന്നവൾ. പഞ്ചപ്രാണങ്ങളെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള 5 പ്രാണങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. കണ്ണിനെ നിയന്ത്രിക്കുന്നതും ചെവിയെ നിയന്ത്രിക്കുന്നതും നമ്മളുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം. ഇനി നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം നിയന്ത്രിക്കുന്നത് ദേവിയാണ്. അത് ഈ 5 പ്രാണന. അപ്പോൾ 5 പ്രാണനെ നിയന്ത്രിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ പ്രാണേശ്വരി എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം പ്രാണദാത്രി. ദാത്രി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൾ. പ്രാണനെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. പ്രാണനെ നൽകുന്നവൾ. പ്രാണനെ നമ്മളുടെ ഉള്ളിലേക്കെല്ലാം ആ പ്രാണനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്യുന്ന ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം ആ ദേവി ചൈതന്യം, ആ ചൈതന്യത്തെ നിയന്ത്രിക്കുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് പ്രാണദാത്രി എന്ന് പേര്. ഇനി അടുത്ത നാമം പഞ്ചാശത് പീഠരൂപിണി. 50
പഞ്ചാശത്ത് എന്ന് പറഞ്ഞാൽ ദശ എന്നാണ് അർത്ഥം. പഞ്ചാദശ. ദശം 10 പഞ്ച 5. അപ്പോൾ പഞ്ചാദശ് ആണ്, അത് പഞ്ചാശത്തെന്നാക്കി. അപ്പോൾ 51 ആക്ച്വലി ഉള്ളത്. ഇവിടെ 50 പറയുന്നുള്ളൂ. 50 പീഠരൂപ ഉള്ളവൾ. അതായത് അതെങ്ങനെയാണ് 51 പീഠങ്ങൾ വന്നതെന്ന് പറയാം. ദക്ഷയാഗത്തിൽ സതീദേവി തൻ്റെ യോഗശക്തി കൊണ്ട് തൻ്റെ ഭർത്താവിനെ നിന്ദിച്ചതുകൊണ്ട് തൻ്റെ യോഗശക്തിയാൽ പ്രാണത്തെ ശരീരത്തെ ത്യജിച്ചു തൻ്റെ യോഗാഗ്നിയിൽ. അപ്പോൾ ആ ശരീരം എടുത്ത് മഹാദേവൻ കോപം കൊണ്ട് ആ കോപം വന്നിട്ട് ആ കോപത്താൽ ദേവിയുടെ ശരീരം എടുത്തുകൊണ്ട് താണ്ഡവം ചെയ്തു. അതായത് എന്താ അതിന് പറയുക, സംഹാര താണ്ഡവം. ആ സംഹാര താണ്ഡവം ചെയ്തപ്പോൾ ശിവനെ, ആ മഹാദേവനെ തണുപ്പിക്കാനായിട്ട് യാതൊരു ഇതും ആർക്കും തോന്നിയില്ല. അപ്പം മഹാവിഷ്ണു മഹാദേവനെ ആ രൂപം, ആ ദേവിയുടെ ശരീരം കയ്യിലിരിക്കുന്നത് കൊണ്ടല്ലേ മഹാദേവന് കോപം നിയന്ത്രിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ആ ദേവിയുടെ ശരീരത്തെ 51 കഷണങ്ങളാക്കി തൻ്റെ കയ്യിലുള്ള ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് 51 കഷണങ്ങളാക്കി 51 ഭാഗത്തേക്ക് വിട്ടു. അതായത് കഷ്ണം ഓരോ ഭാഗങ്ങൾ, അവയവങ്ങളും ഓരോ ഭാഗങ്ങളും ചെന്ന് വീണ സ്ഥലമെല്ലാം ഓരോ ശക്തിപീഠങ്ങളായി മാറി. ആ ശക്തിപീഠങ്ങളെയാണ് ഇവിടെ 51 ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിലാണ് അത്, എവിടെയൊക്കെ ഒഡീസ തുടങ്ങിയ സ്ഥലങ്ങളിൽ എവിടെയാണ്. അപ്പോൾ ഈ 51 സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച ആ ഭാഗങ്ങൾ ഓരോന്നും ഓരോ ശക്തിപീഠങ്ങളായി മാറി. ആ അവയവങ്ങൾ വീണ സ്ഥലമൊക്കെ വടക്കേ ഇന്ത്യയിൽ ആണ്. ആ പീഠങ്ങളുടെ രൂപത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ പീഠരൂപമായി ഇരിക്കുന്നത് ദേവി തന്നെ എന്ന് പറയുകയാണ്. ഇവിടെ പഞ്ചാശത് പീഠരൂപിണി. കോപത്താൽ സംഹാരതാണ്ഡവമാടിയ മഹാദേവൻ്റെ കോപത്തെ ശമിപ്പിക്കാനായിട്ട് സതീദേവിയുടെ ശരീരത്തെ, ഓരോ അവയവത്തെയും 51 കഷ്ണങ്ങളാക്കി 51 സ്ഥലങ്ങളിലേക്ക് ഇട്ടു. അതായത് വീണു. അത് ചെന്ന് വീണ എല്ലാ അവയവങ്ങളും ഓരോ ഭാഗങ്ങളും ചെന്ന് വീണ സ്ഥലമെല്ലാം ഓരോ ശക്തിപീഠങ്ങളായി മാറി. അത് ദേവിയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് ശക്തി പീഠ രൂപിണി, പഞ്ചാശത് പീഠരൂപിണി എന്ന്. അടുത്ത നാമം വിശൃംഖല. ശൃംഖല എന്ന് പറഞ്ഞാൽ ചങ്ങല. ചങ്ങല. വിശൃംഖല വിവിക്തമായ അല്ലെങ്കിൽ വിഗതമായ ചങ്ങലയോടുകൂടിയവൾ എന്ന് പറഞ്ഞാൽ ആ ചങ്ങല എന്ത് ചങ്ങലയാണ്? കർമ്മബന്ധമാകുന്ന ചങ്ങല. നമ്മളെ എല്ലാവരെയും ആ കർമ്മബന്ധമാകുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുവാണ്. കർമ്മങ്ങളാകുന്ന ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ആ ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് നമ്മളെ രക്ഷിക്കുന്നത് ദേവി ആയതുകൊണ്ട് ദേവിക്ക് വിശൃംഖല എന്ന് പേര്. ലായിക്ക് ദീർഘമുണ്ട്, ആകാര സ്ത്രീലിംഗം, വിശൃംഖല എന്ന്. അപ്പോൾ ദേവിയെ കർമ്മബന്ധങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ദേവി ഇതിനൊക്കെ അതീതയാണ്. അപ്പോൾ ദേവിയെ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് ദേവിക്ക് വിശൃംഖല എന്ന് പേര്. അടുത്ത നാമം വിവിക്തസ്ഥ. സ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. വിവിക്തസ്ഥ എന്ന് പറഞ്ഞാൽ വിവിക്തങ്ങളായ എന്ന് പറഞ്ഞാൽ ദേശം കാലം ഒക്കെ, ഏകാന്തമായ സ്ഥാനം, വിജനമായ സ്ഥലം, ശുദ്ധമായ സ്ഥലം ഒക്കെയാണ്. അപ്പോൾ ഈ വിവിക്തമായ സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ വിവിക്തസ്ഥ എന്ന്. രണ്ടാമതൊരർത്ഥം വിവേകികളുടെ ഹൃദയം, ജ്ഞാനികളുടെ ഹൃദയം ഒക്കെ, ജ്ഞാനികളുടെയും വിവേകികളുടെയും ഒക്കെ ഹൃദയത്തിൽ വസിക്കുന്നവൾ എന്ന അർത്ഥത്തിലും
അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ വിവിക്തസ്ഥ എന്ന് ദേവിക്ക് പേര്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വാൽമീകി മഹർഷി 9 സ്ഥാനങ്ങൾ പറഞ്ഞു, ശ്ലോകങ്ങളായിട്ട്, വലിയ ശ്ലോകങ്ങളായിട്ട് 9 സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു. അതെവിടെയൊക്കെ ആയിരുന്നു? സജ്ജനങ്ങളുടെ ഹൃദയത്തിലും ശുദ്ധമായ സ്ഥലത്തും വിജനമായ സ്ഥലത്തും ഒക്കെ ഇരുന്നു കൊള്ളാൻ, അങ്ങനെ 9 സ്ഥലങ്ങൾ. അതുകൊണ്ട് അപ്പം എവിടെയൊക്കെയാണ് ദേവി ഇരിക്കേണ്ടതെന്നുള്ളതാണ് ഇത്. അപ്പം ദേവി വിവിക്തമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നു, അതുകൊണ്ട് വിവിക്തസ്ഥ. അടുത്ത നാമാണ് വീരമാതാ, വീരന്മാരുടെ മാതാവ്. വീരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, വീരന്മാർ, വില്ലാളി വീരന്മാർ, ദേവിയെ ഉപാസിക്കുന്ന കീർത്തി കേട്ടവരൊക്കെ വീരന്മാരാണ്, അല്ലേ? ശ്രീരാമൻ ദേവിയെ ഉപാസിച്ചിരുന്നു, ശ്രീകൃഷ്ണൻ ദേവിയെ ഉപാസിച്ചിരുന്നു, പിന്നെ നമ്മുടെ പഴശ്ശിരാജ മൃദുല ദേവി എന്തുവാ മൃദംഗ ശൈലേശ്വരി എന്ന ദേവിയെ ഉപാസിച്ചിരുന്നു. അങ്ങനെ വീരന്മാരെല്ലാം. പിന്നെ ഭദ്രകാളി ഉപാസകന്മാരുണ്ടായിരുന്നല്ലോ, തച്ചോളി ഉദയനൻ തുടങ്ങിയവരൊക്കെ. അപ്പോൾ എല്ലാവരും ദേവിയാൽ ഉപാസിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എല്ലാ വീരന്മാരുടെയും അമ്മയാണ് ദേവി, വീരന്മാരുടെ മാതാവ്, വീരന്മാരായ എല്ലാവർക്കും അമ്മയായിരിക്കുന്നവൾ എന്ന് അർത്ഥം. ഇനി വേറെ ഒരർത്ഥമുണ്ട്. നമ്മുടെ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ അടക്കി നിയന്ത്രിക്കുന്ന എല്ലാവരും വീരന്മാരാണ്. അപ്പോൾ അവരുടെയൊക്കെ അമ്മ, നമ്മളുടെയൊക്കെ അമ്മ ദേവിയാണ്. നമ്മളൊന്നും വീരന്മാരല്ല. വീരന്മാർ ദേവി ഉപാസകന്മാരായിരുന്ന വീരപരാക്രമികളായ ആൾക്കാർ. അടുത്ത നാമം വിയത് പ്രസൂഹു. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം, പ്രസൂഹു എന്ന് പറഞ്ഞാൽ പ്രസവിച്ചവൾ. അപ്പം സവിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക, പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക തന്നെ, ആകാശത്തെ പ്രസവിച്ചവൾ എന്നർത്ഥം. പ്രകർഷേണ സവിക്കുന്നതിനാണ് പ്രസവം എന്ന് പറയുന്നത്. പ്രകർഷേണ പ്രസവിച്ചവൾ. അപ്പോൾ ദേവിയിൽ നിന്നാണ് ആകാശമുണ്ടായത്. അതുകൊണ്ട് വിയത് പ്രസൂഹു. ഇനി അത് നാമാവലിയിൽ വരുമ്പം പ്രസുവേ നമഃ എന്നാ വരിക. ഓം പ്രസുവേ നമഃ. പ്രസൂഹു എന്ന ഊകാരം ചേർക്കാം. അപ്പോൾ വിയത് പ്രസു എന്ന് പറഞ്ഞാൽ വിയത്ത് ആകാശമാണ്, ആകാശത്തെ പ്രസവിച്ചവൾ എന്നർത്ഥം. ആകാശത്തിൻ്റെ അമ്മ, അല്ലേ? ആകാശം ദേവിയിൽ നിന്നാണ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പ്രാണേശ്വരി, പ്രാണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവൾ പ്രാണേശ്വരി, പ്രാണദാത്രി, പ്രാണനെ നൽകുന്നവൾ, പഞ്ചാശത് പീഠരൂപിണി, 51 പീഠങ്ങളിലെല്ലാം ദേവി രൂപമായിരിക്കുന്നു, പീഠരൂപിണിയായിട്ട്, ശക്തിപീഠ രൂപിണിയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് പഞ്ചാശത് പീഠരൂപിണി എന്ന്. വിശൃംഖല, വിഗതമായ ചങ്ങലയോടുകൂടിയവൾ, വിവിക്തസ്ഥ, വിവിക്തമായ അല്ലെങ്കിൽ ഏകാന്തമായ വിജനമായ ശുദ്ധമായ സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ, വീരമാതാ, വീരന്മാർക്കൊക്കെ മാതാവായിരിക്കുന്നവൾ, വിയത് പ്രസു, ആകാശത്തിനെ പ്രസവിച്ചവൾ, ആകാശത്തെ പ്രസവിച്ചവൾ. അപ്പോൾ ഈ ശ്ലോകം പ്രാണേശ്വരി, പ്രാണദാത്രി, പഞ്ചാശത് പീഠരൂപിണി, വിശൃംഖല, വിവിക്തസ്ഥ,
വീരമാതാവിയൽ പ്രസൂഹോ. അടുത്ത ശ്ലോകം 7 നാമങ്ങളുണ്ടായിരുന്നു ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകം 6 നാമങ്ങളേ ഉള്ളൂ. മുകുന്ദ, മുക്തിനിലയ, മൂലവിഗ്രഹരൂപിണി, ഭാവജ്ഞ, ഭവരോഗഗ്നി, ഭവചക്രപ്രവർത്തിനി. 6 നാമങ്ങൾ. മുകുന്ദ, മുക്തിനിലയ, മൂലവിഗ്രഹരൂപിണി, ഭാവജ്ഞ, ഭവരോഗഗ്നി, ഭവചക്രപ്രവർത്തിനി. ഇവിടെ ആദ്യത്തെ നാമം മുകുന്ദ. മുകുന്ദ, മുക്തിയെ ദാനം ചെയ്യുന്നവൻ മുകുന്ദൻ. മുക്തിയും ദദാതി ഇതി മുകുന്ദക. മുകുന്ദൻ ശ്രീകൃഷ്ണൻ്റെ ഒരു പേരാണ്. അപ്പം മോക്ഷത്തെ നൽകുന്നവൻ, അല്ലെ മോക്ഷത്തെ സംബന്ധിച്ചവൻ മുകുന്ദ. അപ്പം മുക്തിയും ദദാതി ഇതി മുകുന്ദക. ഇനി മുകുന്ദ എന്ന ആകാര സ്ത്രീലിംഗാണ്. മുകുന്ദ ദേവിയുടെ പേരായതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പേര് മുകുന്ദൻ എന്നും അതിൻ്റെ സ്ത്രീലിംഗം മുകുന്ദ, മുക്തിയെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. അപ്പം മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ മുകുന്ദ എന്നും ബ്രഹ്മസ്വരൂപിണി എന്നർത്ഥം. പിന്നെ മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിച്ചിരിക്കുന്നത് കൊണ്ടും മുകുന്ദ എന്ന്, മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ, നിർവാണം എന്ന മോക്ഷം മുകുന്ദ. അടുത്ത നാമം മുക്തിനിലയ. മുക്തിയുടെ മോക്ഷത്തിൻ്റെ നിലയം, മോക്ഷത്തിനെ നിലയമാക്കിയിരിക്കുന്നവൾ, മുക്തിയുടെ നിലയമായിരിക്കുന്നവൾ. അതായത് ദേവിയുടെ ഉപാസന ഉണ്ടെങ്കിൽ, ദേവിയെ ഉപാസിച്ചാൽ, ദേവിയെ പ്രാർത്ഥിച്ചാൽ മുക്തി ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഉപാസകർക്കും അവരുടേതായ ശക്തിക്കനുസരിച്ച് മുക്തിയെ കൊടുക്കുന്നത് ദേവിയാണ്. അപ്പം മോക്ഷത്തിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ നിധി ദേവിയാണെന്നർത്ഥം. അങ്ങനെ മുക്തിയെ നിലയമാക്കിയിരിക്കുന്നവൾ എന്നർത്ഥത്തിൽ മുക്തി നിലയ. അടുത്ത നാമം മൂലവിഗ്രഹരൂപിണി. മൂലവിഗ്രഹത്തിൻ്റെ രൂപത്തോടു കൂടിയവൾ. മൂലവിഗ്രഹം എന്ന് പറയുന്നത് ലളിതാദേവിയാണ്. രാജരാജേശ്വരിയായ ലളിതാദേവിയാണ് മൂലരൂപം. പിന്നെ ബാക്കിയൊക്കെ പേരുകൾ പറയുന്ന മുഴുവൻ ദേവിയുടെ വിഭൂതികളാണ് ബാക്കിയെല്ലാം. ദേവി ഭാഗവതത്തിൽ ബാല, ലളിത, ഗംഗ, ദുർഗ, സരസ്വതി, അന്നപൂർണ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ദേവിയുടെ എല്ലാ പേരുകളും അറിയണമെങ്കിൽ ഖഡ്ഗമാല സ്തോത്രം ജപിക്കുക. അതിനകത്ത് എല്ലാ ദേവിയുടെ പേരുകളും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കുന്നത് ഈ മൂലവിഗ്രഹമായ ലളിതാദേവിയുടെ രൂപത്തോടു കൂടിയിരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ മൂലവിഗ്രഹരൂപിണി. അടുത്ത നാമം ഭാവജ്ഞ. ഭാവം എന്ന് പറഞ്ഞാൽ ഗർവ് അല്ലേ, അല്ലെങ്കിൽ ഭാവം ജാനാതി ഇതി ഭാവജ്ഞ. നമ്മളിലൊക്കെ ഉള്ള ഭാവങ്ങളെ, നമ്മളുടെയൊക്കെ ചെയ്തികളെ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മനോഭാവത്തെ അറിയുന്നവളാണ് ദേവി. എല്ലാ ഭാവങ്ങളെയും അറിയുന്നവൾ എന്ന അർത്ഥത്തിൽ എല്ലാം അറിയുന്നവൾ, സർവജ്ഞ എന്ന അർത്ഥത്തിൽ ദേവി ഭാവജ്ഞ എന്ന ദേവിക്ക് പേര്. ഭാവം ജാനാതീതി ഭാവജ്ഞ, നമ്മളുടെ എല്ലാ ഭാവങ്ങളെയും അറിയുന്നവൾ. അടുത്ത നാമം ഭവരോഗാഗ്നി. ഭവരോഗം സംസാരരോഗം അല്ലേ. അഗ്നി എന്ന് പറഞ്ഞാൽ ഹനിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതെയാക്കുക എന്നൊക്കെ. ഭവം എന്ന് പറഞ്ഞാൽ ഭവിക്കുന്നതെല്ലാം ഭവമാണ്. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഭവം. അതിലുണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ ഭവദുഃഖം അല്ലേ. ജനന മരണ ദുഃഖങ്ങളാകുന്ന സംസാര ദുഃഖങ്ങളെയാണ് ഭവ ദുഃഖം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമ്മൾ കുറേ പേരുകൾ ലളിതാ സഹസ്രനാമത്തിൽ പഠിച്ചു. ഭവാരണ്യ കുട്ടാരിക, ഭവതാവസുതാവൃഷ്ടി, ഭവനാശിനി
എന്നൊക്കെ തുടങ്ങി കുറേ പേരുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ദേവി സംസാരത്തെ രോഗമാക്കി, നമ്മളിപ്പോൾ ഒരു രോഗം എന്ന് പറയുന്നത് ഈ ലോകം തന്നെ രോഗമാണ്, അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് ഭവരോഗാഗ്നി എന്ന് പേര്. സംസാര രോഗത്തെ ഇല്ലാതെയാക്കുന്നവൾ അല്ലേ. ദേവിയുടെ സംസാര ദുഃഖ സാമർഥ്യം, അതായത് സംസാരത്തെ നിയന്ത്രിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മളുടെ സംസാര സാഗരമാകുന്ന ദുഃഖം അതിനെ ഒക്കെ ഇല്ലാതെയാക്കി എന്ന സാമർഥ്യം ദേവിക്കുള്ളത് കൊണ്ട് ദേവിക്ക് പേര് ഭവരോഗാഗ്നി എന്ന്. സംസാരത്തെ രോഗമാക്കി അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ. അടുത്ത നാമം ഭവചക്രപ്രവർത്തിനി. ഭവം, ഭവിക്കുന്നതെല്ലാം ഭവം അല്ലേ, സംസാര ചക്രം, അതാണ് ഭവചക്രം. അതിനെ പ്രവർത്തിപ്പിക്കുന്നത്, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംസാരചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ, അതായത് ജനന മരണമായ ആ കാലചക്രത്തെ തിരിക്കുന്നത് ആരാണ്? ദേവിയാണ്. അപ്പോൾ അതിനെ പ്രവർത്തിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഭവചക്രപ്രവർത്തിനി. അപ്പോൾ ഈ ശ്ലോകത്തിൽ മുകുന്ദ, മുക്തിയെ നൽകുന്നവൾ മുകുന്ദ, മുക്തി നിലയ, മുക്തിയുടെ നിലയം ആയിരിക്കുന്നവൾ, മൂലവിഗ്രഹ രൂപിണി, മൂലവിഗ്രഹത്തിൻ്റെ രൂപത്തോടു കൂടിയവൾ, ഭാവജ്ഞ, ഭവം ജാനാതി ഭാവജ്ഞ, എല്ലാം അറിയുന്നവൾ എന്ന അർത്ഥത്തിൽ ഭവരോഗാഗ്നി, സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഭവചക്രപ്രവർത്തിനി, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഭവചക്രപ്രവർത്തിനി. അപ്പോൾ ഈ ശ്ലോകം മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗാഗ്നി ഭവചക്രപ്രവർത്തിനി. അടുത്ത ശ്ലോകം ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമവൈഭവ വർണ്ണരൂപിണി. ഛന്ദസാര 7 നാമങ്ങളുണ്ട്. ഛന്ദസാര, ശാസ്ത്രസാര, മന്ത്രസാര, തലോദരി, ഉദാരകീർത്തിരുദ്ധാമവൈഭവ വർണ്ണരൂപിണി. ആദ്യത്തെ നാമം ഛന്ദസാര. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വൃത്തം, വേദങ്ങളുടെ സത്തായ വസ്തുവാണ് ഛന്ദസ്, വൃത്തം. അപ്പോൾ അത് ആ വേദപ്പൊരുൾ അത് ദേവിയാണ്. അതുകൊണ്ട് വേദങ്ങളുടെ സത്തായ വസ്തു എന്ന അർത്ഥത്തിൽ ദേവിക്ക് ഛന്ദസാര, ഛന്ദസ്സുകളുടെ സാരമായവൾ. ശാസ്ത്രസാര, ശാസ്ത്രങ്ങളുടെ എല്ലാം സാരം ലക്ഷ്യമായവൾ. ശാസ്ത്രസാര, അതായത് ശാസ്ത്രങ്ങൾക്ക് ശക്തി കൊടുക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ശാസ്ത്രസാര. ഇനി മന്ത്രസാര, മന്ത്രങ്ങൾ, എല്ലാ മന്ത്രങ്ങളുടെയും സാരവും ശക്തിയും ദേവിയാകുന്നു, എല്ലാ മന്ത്രങ്ങളുടെയും. അതുകൊണ്ട് ദേവിക്ക് പേര് മന്ത്രസാര. ഇനി അടുത്ത നാമം തലോദരി. തലം എന്ന് പറഞ്ഞാൽ ഈ ഉള്ളം കൈയുടെ, ഉള്ളം കാലൊക്കെ തലമാണ്. അപ്പോൾ ആ ഉള്ളിലേക്ക് വലിഞ്ഞത്. അപ്പോൾ ഇവിടെ തല ഉദരി എന്നാണ് പറഞ്ഞത്, ഉദരം, വയറ്. തല ഉദരി എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വലിഞ്ഞ വയറുള്ളവൾ എന്ന് പറഞ്ഞാലോ, നല്ല മെലിഞ്ഞ ശരീരമുള്ളവൾ അല്ലേ. കൃശോദരി, കൃശമായ ഉദരത്തോടു കൂടിയവൾ, നല്ല മെലിഞ്ഞ വയറോടുകൂടിയവൾ എന്നർത്ഥം. എന്തുകൊണ്ടാണ് മെലിഞ്ഞ വയറ്? ലോകത്തെ മുഴുവനും സംഹാര സമയത്ത്, പ്രളയ സമയത്ത് ഈ ലോകം, പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഉള്ളിലാക്കണം. അതിന് അത്രയും വിശപ്പ് വേണം. അപ്പം നല്ല മെലിഞ്ഞ വയറാണെങ്കിലല്ലേ ഇതിനെ മുഴുവൻ ഉള്ളിൽ കയറ്റാൻ പറ്റും.
അതുകൊണ്ട് തലോദരി, നല്ല മെലിഞ്ഞ വയറുള്ളവൾ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിഞ്ഞു വയറുള്ളവൾ. അടുത്ത നാമം ഉദാരകീർത്തി. ഉദാരം എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടം, ഇവിടെ അർത്ഥം ഉത്കൃഷ്ടമായ കീർത്തിയോടുകൂടിയവൾ, അതായത് ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ കീർത്തിയെ നൽകുന്നവളും ദേവി തന്നെ. അടുത്ത നാമം ഉദ്ധാമ വൈഭവ. ധാമം എന്ന് പറഞ്ഞാൽ കയറ്. ഉദ്ധാമ വൈഭവ എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്ത വൈഭവത്തോടു കൂടിയവൾ, ഉദ്ദാമമായ വൈഭവത്തോടു കൂടിയവൾ എന്നർത്ഥം. അടുത്ത നാമം വർണ്ണരൂപിണി. വർണ്ണം, നിറം, അക്ഷരം എന്നൊക്കെ അർത്ഥം. ദേവിയുടെ നിറം നല്ല നിറത്തോടു കൂടിയവൾ എന്ന അർത്ഥം. പിന്നെ അക്ഷരം എന്നുള്ള അർത്ഥമാണെങ്കിൽ അക്ഷരങ്ങളെയെല്ലാം മാലയായി കോർത്ത് ദേവി കഴുത്തിലിട്ടിരിക്കുന്നു. അക്ഷരസ്വരൂപിണിയായ ദേവി. വർണ്ണത്തിൻ്റെ രൂപത്തോടു കൂടിയവൾ എന്നർത്ഥം, വർണ്ണരൂപിണി. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഛന്ദസ്സുകളുടെ എല്ലാം സാരമായവൾ, ശാസ്ത്രങ്ങളുടെ സാരമായവൾ, മന്ത്രങ്ങളുടെ എല്ലാം സാരവും ശക്തിയുമായവൾ, തലോദരി, ഉള്ളം കയ്യ് ഉള്ളം കാല് ഉള്ളിലേക്ക് വലിഞ്ഞ പോലെ വയറുള്ളവൾ, കൃശോദരി എന്നർത്ഥം. ഉദാരകീർത്തി, ഉത്കൃഷ്ടമായ കീർത്തിയോടുകൂടിയവൾ, കീർത്തിയെ നൽകുന്നവൾ എന്നൊക്കെ അർത്ഥം. ഉദ്ദാമ വൈഭവ, പരിധിയില്ലാത്ത വൈഭവത്തോടു കൂടിയവൾ, ഉദ്ദാമമായ വൈഭവത്തോടു കൂടിയവൾ എന്നർത്ഥം. വർണ്ണരൂപിണി, വർണ്ണം നിറമാണ്, അക്ഷരമാണ്. അപ്പം നല്ല നിറമുള്ളവൾ എന്നും എടുക്കാം, വർണ്ണം അക്ഷരം എന്നെടുക്കാം. അക്ഷരങ്ങളെല്ലാം കോർത്ത് 51 അക്ഷരങ്ങളെ കൊണ്ടൊരു മാലയാക്കി അത് ധരിച്ചിരിക്കുന്നു. അക്ഷരസ്വരൂപിണിയാണ് ദേവി. അക്ഷരസ്വരൂപിണി സരസ്വതി നമോ, അല്ലേ? സരസ്വതി ദേവി അക്ഷരസ്വരൂപിണിയാണ്. അതാണിവിടെ വർണ്ണരൂപിണി എന്ന് പറഞ്ഞത്. അപ്പം ഈ ശ്ലോകം ഛന്ദസാര, ശാസ്ത്രസാര, മന്ത്രസാര, തലോദരി, ഉദാരകീർത്തിരുദ്ധാമ വൈഭവ, വർണ്ണരൂപിണി. അടുത്ത ശ്ലോകം ജന്മമൃത്യുജരാ തപ്തജനവിശ്രാന്തിദായിനി, സർവോപനിഷദുൽഘുഷ്ട, ശാന്ത്യാതീതകലാത്മിക. ജന്മമൃത്യുജരാ തപ്തജനവിശ്രാന്തിദായിനി, സർവോപനിഷദുൽഘുഷ്ട, ശാന്ത്യാതീതകലാത്മിക. ഇതിൽ 3 നാമങ്ങളേ ഉള്ളൂ. ഒരു നാമം, ഏറ്റവും ആദ്യത്തെ നാമം വലിയ നാമം, 16 അക്ഷരം വരുന്ന വലിയ നാമം, ജന്മമൃത്യുജരാ തപ്തജന വിശ്രാന്തിദായിനി. അടുത്ത നാമം സർവ ഉപനിഷദുൽഘുഷ്ട. മൂന്നാമത്തെ നാമം ശാന്തി അതീത കലാത്മിക. അപ്പം ജന്മ മൃത്യു ജരാ തപ്തജന വിശ്രാന്തിദായിനി. ജന്മം, മൃത്യു, ജര തുടങ്ങിയ ജനന മരണ വാർദ്ധക്യം, അതിലെല്ലാം ദുഃഖത്തെ ഉണ്ടാവുന്നു. ഈ ദുഃഖങ്ങളാൽ തപിക്കുന്ന ജനങ്ങൾക്ക് ശാന്തിയെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥത്തിൽ ജന്മമൃത്യുജരാ തപ്ത വിശ്രാന്തിദായിനി എന്നർത്ഥം. ജന്മം, മൃത്യു, ജര തുടങ്ങിയ അല്ലെങ്കിൽ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ദുഃഖത്തെ തപിപ്പിക്കുന്നവൾ, സംസാരമാകുന്ന ദുഃഖങ്ങൾ ഇല്ലാതെയാക്കുന്നവൾ എന്നർത്ഥം. അപ്പം ഇവിടെ ദേവി ഭക്തന്മാർക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നു. ദേവി സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഈ ജനങ്ങൾക്ക് വിശ്രാന്തിയെ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥം എടുക്കാം.
അപ്പം സംസാര ദുഃഖങ്ങൾ അതായത് വിശ്രമത്തെ നൽകുന്നവൾ, മോചിപ്പിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം എടുക്കാം. അപ്പം ജന്മം, മൃത്യു, ജര വയസ്സാകുമ്പോൾ ജര വരൂല്ലേ, നരച്ചു കുരയ്ക്കും, അതിനെയൊക്കെയാണ്. അപ്പം തപ്തം എന്ന് പറഞ്ഞാൽ ചൂട് പിടിപ്പിക്കുക, ജനവിശ്രാന്തി, ജനങ്ങളെ ശാന്തി കൊടുക്കുക, ഇതെല്ലാം. അപ്പം ജന്മ, മൃത്യു, ജര, തപ്ത, ജനവിശ്രാന്തിദായിനി. ജന്മം ജനനം, മൃത്യു മരണം, ജര വാർദ്ധക്യം, ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ദുഃഖത്തെ തണുപ്പിക്കുന്നവൾ, അല്ലെങ്കിൽ അവർക്ക് ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം വിശ്രാന്തിയെ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ സംസാര ദുഃഖങ്ങളാകുന്ന ഈ വക ഇതിൽ നിന്നെല്ലാം മോചനം നൽകുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് ജന്മ, മൃത്യു, ജര, തപ്ത എന്ന് പേര്. അടുത്ത നാമം സർവ ഉപനിഷത് ഉത്കൃഷ്ട. സർവ ഉപനിഷത് ഉത്കൃഷ്ട, എല്ലാ വേദാന്ത വേദ്യയായിരിക്കുന്നവൾ, സർവ ഉപനിഷത്തുക്കളാലും ഉച്ചത്തിൽ ഘോഷിക്കപ്പെടേണ്ടവൾ എന്നർത്ഥം, അല്ലെങ്കിൽ ഉദ്ഘോഷിക്കപ്പെട്ടവൾ എന്നർത്ഥം. ഉച്ചത്തിൽ അപ്പോൾ ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി ഒരു നാമം. സർവ ഉപനിഷതുൽഘുഷ്ട, സർവ ഉപനിഷത്തുക്കളാലും ഉച്ചത്തിൽ ഘോഷിക്കപ്പെട്ടവൾ എന്നർത്ഥം. നിർഗുണ പരബ്രഹ്മം എന്ന് അർത്ഥം. ആത്മതത്വമായി ഇരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അടുത്ത നാമം ശാന്തി അതീത കലാത്മിക. ശാന്തിക്കും അതീതമായ കലകളുടെ ആത്മാവായിരിക്കുന്നവൾ എന്നർത്ഥം. ആകാശത്തിലിരിക്കുന്ന കലയാകുന്ന ആത്മാവോടുകൂടിയവൾ, ആനന്ദാത്മിക എന്നർത്ഥം. ആനന്ദാത്മിക. അപ്പം ഈ ശ്ലോകം ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷതുൽഘുഷ്ട ശാന്ത്യാതീതകലാത്മിക. അടുത്ത ശ്ലോകം ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്താർത്ഥവിഗ്രഹ. ഇവിടെ ഒരു ഇതുണ്ട്, 8 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. ഗംഭീര, ഗഗനാന്തസ്ഥ, ഗർവിത, ഗാനലോലുപ, കൽപ്പനാരഹിത, കാഷ്ട, കാന്താർത്ഥവിഗ്രഹ. ഗംഭീര, ഗംഭീരം, ആഴമേറിയത്, വലിയ ജലാശയം പോലെ, അഗാധ സമുദ്രം പോലെ ശക്തിയുള്ളവളാണ് ദേവി. അതുകൊണ്ട് ഗംഭീര എന്ന് ദേവിക്ക് പേര്. മഹാവ്രതം, ഗംഭീര, ആഴമേറിയ, വലിയ ജലാശയം പോലെ, അഗാധ സമുദ്രം പോലെ ശക്തിയുള്ളവൾ, അതായത് മഹാഹൃദം എന്ന് പറയാം ദേവിയെ. അടുത്ത നാമം ഗഗന അന്തസ്ഥ. ഗഗനത്തിനും അന്തത്തിൽ, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ, ആകാശത്തിൻ്റെ അന്തരംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആൾ. ഗഗന അന്തസ്ഥ,
ആകാശത്തിൻ്റെ അന്തത്തിൽ ഉള്ളിൽ, അതായത് അറ്റത്ത് സ്ഥിതി ചെയ്യുന്നവൾ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം ഗർവിത. ഗർവ്, അഹങ്കാരം അല്ലേ? ലോക സൃഷ്ടിക്ക് ആയിട്ട് ദേവിക്ക് ഗർവമുണ്ടായിട്ടുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ട് ദേവിക്ക് ഗർവമുണ്ട്. ലോക സൃഷ്ടിക്കായി ഗർവമുണ്ടായവൻ. അപ്പം ഇവിടെ ഉണ്ടായവൾ എന്ന് എടുക്കണം. ചിച്ഛക്തി തന്നെ അഹങ്കാരമാണ്. താനെന്ന ഭാവത്തോടു കൂടിയവൾ. അപ്പോൾ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഗഗനാന്തസ്ഥ, ഗർവിത, ഗാനലോലുപ. ഗാനം ആലപിക്കുന്നതിലും ഗാനം കേൾക്കുന്നതിലും, ലോലുപം എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവൾ, സംഗീതത്തിൽ താല്പര്യമുള്ളവൾ, ഗാനത്തിൽ ലോലുപയായിരിക്കുന്നവൾ, എല്ലാ വാദ്യങ്ങളിലും സന്തോഷിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ഗാനലോലുപ എന്ന് പേര്. ഗാനം ആലപിക്കുന്നതിലും ഗാനം കേൾക്കുന്നതിലും സന്തോഷമുള്ളവൾ. സംഗീതത്തിൽ താല്പര്യമുള്ളവൾ എന്നൊരർത്ഥം, ഗാനത്തിൽ ലോലുപയായിരിക്കുന്നവൾ എന്ന് വേറൊരർത്ഥം. ഇനി അടുത്ത നാമം കൽപ്പനാരഹിത. കൽപ്പനാരഹിത, കൽപ്പിക്കാൻ പറ്റാത്തത്. കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് കൽപ്പനകൾ. ഇവിടെ കൽപ്പനാരഹിത, കൽപ്പനകൾ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. ആ ജ്ഞാന അതായത് ആകൃതി, കൽപ്പനകൾ മനസ്സിൻ്റെ സങ്കല്പങ്ങളും ആജ്ഞാവാസനകൾ ഉള്ളത് കൊണ്ടാണ് കൽപ്പനകൾ ഉണ്ടാകുന്നത്. ദേവി സർവജ്ഞയായതിനാൽ മനസ്സിൽ സങ്കല്പങ്ങളൊന്നുമില്ലാത്തവളാണ്. ആകൃതി ഇല്ലാത്തവൾ, കൽപ്പനാരഹിത. കാഷ്ട. കാഷ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാഷ്ട കാന്ത ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് നാമങ്ങളാണ്. പഠിക്കുമ്പോൾ രണ്ടായിട്ടെടുത്ത് പഠിക്കുക, ചൊല്ലുമ്പോൾ ഒന്നിച്ച് ചൊല്ലിയിട്ടാൽ മതി. കാഷ്ട, കാലത്തിൻ്റെ അളവ്, കാലഗണന എന്ന് പറയും. കാലഗണനയാണ് കാലഗണന, കാലത്തിൻ്റെ അളവ്. ദേവി മഹാത്മ്യത്തിൽ 11-ാം അധ്യായത്തിൽ ദേവിയെ സ്തുതിക്കുന്ന സ്തുതിയിൽ പറയും, കലാകാഷ്ടാതിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതൗ ശക്തി നാരായണി നമോസ്തുതേ. കലാകാഷ്ടാതിരൂപേണ, കലാകാഷ്ട, ആദി, കലയും കാഷ്ടയും മുതലായ രൂപേണ പരിണാമിക്കുന്ന ആ ഉപരതൗ ശക്തി, അങ്ങനെയുള്ള വിശ്വസ്യ ഉപരതൗ, അങ്ങനെയുള്ള ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. കാഷ്ട എന്ന് പറഞ്ഞ യൂണിറ്റ് എന്നർത്ഥം. പണ്ട് സെക്കൻഡ്, മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല അല്ലേ? യൂണിറ്റ്, ചെറിയ അളവ്. അപ്പം കാലസ്വരൂപമായി ഇരിക്കുന്ന
കാഷ്ട കാന്ത കാന്ത എന്ന് പറഞ്ഞാൽ അല്ല കാഷ്ട ആദ്യം പറയാം കാലഗണനത്തിൻ്റെ അളവ് ദേവി മഹാത്മ്യത്തിലെ കലാകാഷ്ടാതിരൂപേണ എന്നുള്ള കീർത്തനം ഇത്. ഇനി കാലസ്വരൂപമായി ഇരിക്കുന്നവൾ എന്നും പറയാം. അഗ്രം സാകാഷ്ട എന്നാൽ സാ പരാഗതി എന്നൊക്കെ പറയാതെ അഗ്മേന്ന് പറയും. ഉപനിഷത്ത് അല്ലേ, അവകളിൽ എത്തിച്ചേരേണ്ടതാണ്. അതാണ് ഇവിടെ കാഷ്ടാകാന്ത. 18 നിമിഷം 8 ക്ഷണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഈ നിമിഷം ക്ഷണം ഒക്കെയാണ് കാലഗണന. ഇനി കാന്താർത്ഥവിഗ്രഹ, അവിടെ കാഷ്ട അകാന്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാഷ്ട എന്ന് പറഞ്ഞാൽ കാലഗണന, കാലത്തിൻ്റെ അളവ് നിശ്ചയിക്കാൻ പറ്റാത്തവൾ. അത് കഴിഞ്ഞ് അകാന്ത അകം എന്ന് പറഞ്ഞ പാപം, അന്തം. അപ്പോൾ ആ പാപത്തിന് അന്തം വരുത്തുന്നവൾ എന്ന് പറഞ്ഞാലോ നരകം, ആ പാപം, ദുഃഖം, നരകം എല്ലാത്തിനെയും ഇല്ലാതെയാക്കുന്നത് ദേവിയാണ്. ദുഃഖമില്ലാതാക്കുന്നത്, സ്വർഗത്തെ, ദുഃഖമില്ലാത്തത് സ്വർഗം. അപ്പോൾ സ്വർഗത്തിൽ വന്നെത്തുന്നവൾ എന്നൊക്കെ അർത്ഥം. ഇവിടെ കാഷ്ടാകാന്ത അകാന്ത എന്ന് പറഞ്ഞു. അകം പാപമാണ്, അകാന്ത പാപമില്ലാത്തത്. അപ്പോൾ ദുഃഖത്തിനെ നശിപ്പിക്കുന്നവൾ എന്നർത്ഥം. അകത്തിന് അന്തം എന്നൊരു പേരുണ്ട്. അപ്പം കാന്ത അർത്ഥവിഗ്രഹ അടുത്ത നാമം. കാന്തൻ്റെ അർത്ഥവിഗ്രഹമായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ കാന്തൻ ഭർത്താവ് മഹാദേവൻ അല്ലേ. അപ്പം മഹാദേവൻ്റെ അർത്ഥവിഗ്രഹം എന്ന് പറഞ്ഞാലോ പകുതി, നേർപകുതി ദേവിയാണ്. എങ്ങനെ? നമ്മുടെ കീർത്തനയില്ലേ, വലിയ മാമല മകളെ വാമഭാഗെ വെച്ചതും വഴിയൊടു പകുത്തുപാതി ദേഹവും കൊടുത്തതും. ഭഗവാന്റെ പകുതി ദേഹം ദേവിക്ക് കൊടുത്തു. അപ്പോൾ അർദ്ധനാരീശ്വര രൂപമായി. അപ്പോൾ കാന്താർത്ഥ വിഗ്രഹം എന്ന് പറഞ്ഞാൽ കാന്തൻ്റെ അർത്ഥം വിഗ്രഹമായിരിക്കുന്നവൾ, മഹാദേവൻ്റെ പകുതി ശരീരമായിരിക്കുന്നവൾ, അർദ്ധനാരീശ്വരി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ ഗംഭീര, ആഴമേറിയ വലിയ ജലാശയം പോലെ ശക്തിയുള്ളവൾ, മഹാഹൃദം എന്നും പറയും. ഗഗനാന്തസ്ഥ, ആകാശത്തിൻ്റെ അന്തത്തിൽ അല്ലെങ്കിൽ അറ്റത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഗർവിത, ലോകസൃഷ്ടിക്കായി ഗർവമുണ്ടായവൾ. ഗാനലോലുപ, സംഗീതത്തിൽ താല്പര്യമുള്ളവൾ. കൽപ്പനാരഹിത, കൽപ്പനയാൽ ആജ്ഞാവാസനകൾ ഉള്ളത് കൊണ്ടാണ് കൽപ്പനയുണ്ടാകുന്നത്. അപ്പം കാഷ്ട കാലത്തിൻ്റെ അളവ്, കാലത്തിൻ്റെ അളവ്, അളക്കാൻ പറ്റാത്ത, കാലം ദേശമൊന്നും അളക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളവൾ. അകാന്ത, അകം പാപം, പാപത്തെ നശിപ്പിക്കുന്നവൾ അകാന്ത. കാന്താർത്ഥ വിഗ്രഹ, കാന്തൻ്റെ ഭർത്താവിൻ്റെ അർത്ഥവിഗ്രഹമായിരിക്കുന്നവൾ, മഹാദേവൻ്റെ പകുതി ശരീരമായിരിക്കുന്നവൾ, കാന്താർത്ഥ വിഗ്രഹ. അപ്പോൾ ഈ ശ്ലോകം മുഴുവനും പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശത് പീഠരൂപിണി വിശൃംഖലാ വിവിക്തസ്ഥ വീരമാതാവിയൽ പ്രസോഹോ മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര
മന്ത്രസാരാ തലോദരി ഉദാരകീർത്തിരുദ്ധാമവൈഭവ വർണ്ണരൂപിണീ ജന്മമൃത്യുജരാതപ്തജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽകുഷ്ട ശാന്ത്യാതീതകലാത്മിക ഗംഭീരാ ഗഗനാന്തസ്ഥ ഗർവിതാ ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ടാ കാന്താ കാന്താർത്ഥവിഗ്രഹം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി. അടുത്ത ക്ലാസ്സിൽ വരും വരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ നേരുന്നു. ഹരി ഓം. അമ്മേ നാരായണ.